ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബീം ഡിസൈനിനെ കുറിച്ചാണ്. ദറ്റ് ഈസ് ദ ഡിസൈൻ ഓഫ് ബീംസ്. നമുക്കറിയാം, ബീം എന്ന് പറയുന്ന സാധാരണഗതിയിൽ ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പറാണ്. സാധാരണഗതിയിലൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം നമുക്ക് മനസ്സിലാലോചിക്കുക. അതൊരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതിനെ രണ്ട് സ്ഥലത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതലായി വരുന്ന ലോഡ്സ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ലോഡ്സ് ആണ്. ട്രാൻസ്വേഴ്സ് ലോഡ്സ്, അതായത് അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായി വരാൻ സാധ്യതയുള്ള ലോഡുകളെയാണ് ട്രാൻസ്വേഴ്സ് ലോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ട്രാൻസ്വേഴ്സ് ലോഡ്സ്, ദ ബീം വിൽ എക്സ്പീരിയൻസസ് സർട്ടൺ കൈൻഡ് ഓഫ് സ്ട്രെസ്സസ്. അപ്പോൾ ബീമിൽ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമുക്ക് അറിയാം. ഇങ്ങനെയുള്ള ലോഡുകൾ P1, P2, P3 എന്നീ ട്രാൻസ്വേഴ്സ് ലോഡ്സ് ബീമിൽ വരുമ്പോൾ ബീമിനെന്ത് സംഭവിക്കും? ദ ബീം വിൽ അണ്ടർഗോ എ ഡിഫ്ലക്ഷൻ ലൈക്ക് ദിസ്. ബീം എന്ത് പറ്റും? ബീമിന് ബെൻഡിങ് സംഭവിക്കും. അപ്പോൾ ബെൻഡിങ് സംഭവിക്കുന്ന ഏതൊരു ബീമിലും സാധാരണയായി ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് ഫോഴ്സുകളാണ് അല്ലെങ്കിൽ മൊമെൻറ്റുകളാണ്. ഒന്ന് ഷിയർ ഫോഴ്സ്, ഒന്ന് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സുമാണ് പ്രധാനമായും ഏതൊരു ബീമിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്. ഇതാണ് ബീമിൻ്റെ റെസ്പോൺസ്. ഒരു ബീമിൽ വരുന്ന ഫോഴ്സ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സസ് ആണ്. ഇൻറ്റേർണൽ സ്ട്രെസ്സസ് എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. ഓക്കെ, ഇൻറ്റേർണൽ സ്ട്രെസ്സസ്. അപ്പോൾ ഏതൊരു ബീമിലും ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും ഉണ്ടാകും. അപ്പോൾ ആ ബീമിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന പരമാവധി ഷിയർ ഫോഴ്സ് എത്രയാണ്, പരമാവധി ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ബീമിൻ്റെ സെക്ഷൻ, നമ്മളിപ്പോൾ സ്റ്റീൽ ബീമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, സെക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റീൽ ബീമിന് വേണ്ട ഡിസൈൻ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, ഡിസൈൻ ചെയ്യുമ്പോൾ ആ ബീമിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരമാവധി ഷിയർ സ്ട്രെങ്ത് എത്രയാണെന്നും പരമാവധി ബെൻഡിങ് സ്ട്രെങ്ത് എന്താണെന്നും എന്ന് പറഞ്ഞാൽ അതിന് പരമാവധി റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെൻഡിങ് മൂവ്മെൻറ്റ് എത്രയാണെന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും ആ റെസിസ്റ്റ് ചെയ്യേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്തിനേക്കാൾ എപ്പോഴും കുറഞ്ഞിരിക്കണം. ഓക്കെ, അതിൻ്റെ പരമാവധി റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് വാല്യൂ കാണും, അതിനേക്കാളും കുറവായിരിക്കണം ആക്ച്വലി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റ്. ഓക്കെ, സോ ദീസ് ആർ ദ ഇൻറ്റേർണൽ സ്ട്രെസ്സസ് വിച്ച് ഡെവലപ്സ് ഇൻ എ ബീം. ഇനി ഞാൻ പറഞ്ഞു, ഈ ലോഡുകൾ വരുന്ന സമയത്ത് ഈ ബീമിനൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഈ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ ബീമിൻ്റെ റെസ്പോൺസാണ്. സോ ദ ഡിഫ്ലക്ഷൻ ഓഫ് ബീം ഈസ് ഇറ്റ്സ് റെസ്പോൺസ്. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റെസ്പോൺസാണ്. ഓക്കെ, ഒരു ലോഡ് വരുന്ന ഏതൊരു ബീമും റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഡിഫ്ലക്ഷനിലൂടെയാണ്. അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് എന്തൊക്കെയാണ്? അതാണ് ഈ പറയുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും. അപ്പോൾ പ്രധാനമായും ഡിസൈനിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 3 അടിസ്ഥാന ഘടകങ്ങളാണ് ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ഡിഫ്ലക്ഷൻ. ഈ കാര്യങ്ങളെല്ലാം ചേർന്നാൽ മാത്രമേ നമുക്ക് ബീമിനെ വളരെ സേഫായിട്ടും സർവീസിബിളായിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നോക്ക്, ഏതൊരു ബീമിനെ ഡിസൈൻ ചെയ്യുമ്പോഴും ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്, അല്ലെങ്കിൽ സ്ട്രെങ്ത് ക്രൈറ്റീരിയൻ. നമ്മളറിയാം, ഏതൊരു സ്ട്രക്ചറിനും സ്ട്രെങ്ത് ക്രൈറ്റീരിയനും ഉണ്ട്, സർവീസിബിലിറ്റി ക്രൈറ്റീരിയനും ഉണ്ട്. സർവീസിബിലിറ്റി ക്രൈറ്റീരിയനും ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ അതിന് പരമാവധി ഈ പറയുന്ന വരാൻ സാധ്യതയുള്ള ലോഡുകളെല്ലാം റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് നോക്കുന്നതാണ് സ്ട്രെങ്ത് ക്രൈറ്റീരിയൻ. അപ്പോൾ സ്ട്രെങ്ത് ക്രൈറ്റീരിയൻ ഉപയോഗപ്പെടുന്നത് ഈ പറയുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സുകളാണ്. ഓക്കെ, ഇൻറ്റേർണൽ സ്ട്രെസ്സുകളെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുകയും നമ്മളൊരു സ്യൂട്ടബിളായിട്ടുള്ളൊരു സെക്ഷൻ അസ്യൂം ചെയ്തിട്ട് ആ സെക്ഷന് അതിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരമാവധി സ്ട്രെങ്ത് കണ്ടുപിടിക്കുകയും ഈ പറയുന്ന ഇൻറ്റേർണൽ സ്ട്രെസ്സുകളെല്ലാം ആ സ്ട്രെങ്തിനേക്കാളും കുറവാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ടാണ് സ്ട്രെങ്ത് ക്രൈറ്റീരിയൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് സർവീസബിലിറ്റി ക്രൈറ്റീരിയനാണ്. സർവീസബിലിറ്റി എന്ന് പറയുമ്പോൾ ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ
ബീമിലെ ലോഡുകൾ കാരണം എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ വലിയൊരു ലാർജ് ലോഡ് വരുന്ന സമയത്ത് ഈ ബീമിൽ ഒരുപാട് ഡിഫ്ലക്ഷൻസും വൈബ്രേഷൻസും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് ചെക്ക് ചെയ്യുന്നതാണ് സർവീസബിലിറ്റി. ഓക്കെ, സോ ഇഫ് ദ ബീം ഈസ് സർവീസബിൾ ദെൻ ഇറ്റ് ഷുഡ് ഹാവ് ഡിഫ്ലക്ഷൻ വെൽ വിതിൻ ദ പെർമിസിബിൾ ലിമിറ്റ്. പെർമിസിബിൾ ലിമിറ്റിനേക്കാളും കുറവായിരിക്കണം ഈ ബീമിൽ വരാൻ സാധ്യതയുള്ള ഡിഫ്ലക്ഷൻ. ഓക്കെ, സോ ബീംസിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുമ്പോൾ ഡിസൈനിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്ന് പറയുന്നത് വി ഡിറ്റർമിൻ ദ ഷിയർ ഫോഴ്സ് കമ്മിങ് ഓവർ ദറ്റ് ബീം, ബെൻഡിങ് മൊമെൻറ്റ് വിച്ച് ഇറ്റ് റിക്വയർസ് ടു റെസിസ്റ്റ്, ആൻഡ് വി adopt a suitable section of a beam, I section, such that it can resist both shear force as well as the bending moment applied externally. Now, coming to its behavior, ആ ബീമിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ അത് നമ്മുടെ IS കോഡ് പറയുന്ന പെർമിസിബിൾ ലിമിറ്റിനുള്ളിൽ തന്നെ ആയിരിക്കണം. ഈ എക്സ്റ്റേണൽ ലോഡുകൾ വരുമ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി വെൽ വിതിൻ ദ പെർമിസിബിൾ ലിമിറ്റ്സ്. മനസ്സിലായല്ലോ? സോ ഇതാണ് അടിസ്ഥാനമായി ഒരു ബീമിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഏതാനും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചത് പ്ലാസ്റ്റിക് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഡിസൈൻ എല്ലാം ചെയ്യുന്നത്. ഓക്കെ, പ്ലാസ്റ്റിക് അനാലിസിസിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബീം എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ബീമാണ്. ആ സ്റ്റീൽ ബീം ഇറ്റ് ഷുഡ് യൂട്ടിലൈസ് ഇറ്റ്സ് കംപ്ലീറ്റ് സ്ട്രെങ്ത്. ആ സ്റ്റീൽ ബീം അതൊരു പ്ലാസ്റ്റിക് മൊമെൻറ്റ് അറ്റൈൻ ചെയ്യുമ്പോഴേ അതിന് ഫെയിലിയർ സംഭവിക്കാവൂ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ സ്ട്രെങ്തിനെ പൂർണ്ണമായി ഉപയോഗിക്കുന്നുണ്ട് എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ IS കോഡിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് അതിന് വേണ്ടിയുള്ളത് നോക്കിയാണ് നമ്മൾ ഈ ഡിസൈനുകളെല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന ബീം, നമ്മൾ ചൂസ് ചെയ്യുന്ന I സെക്ഷൻ എന്ന് പറയുന്നത് അത് ഒരു പ്ലാസ്റ്റിക് സെക്ഷനോ അല്ലെങ്കിൽ അതൊരു കോമ്പാക്ട് സെക്ഷനോ ആണോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. പ്ലാസ്റ്റിക് സെക്ഷനോ അല്ലെങ്കിൽ കോമ്പാക്ട് സെക്ഷനോ. എന്താണ് പ്ലാസ്റ്റിക് സെക്ഷൻ എന്നും കോമ്പാക്ട് സെക്ഷൻ എന്നും നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ പഠിച്ചതാണ്. പ്ലാസ്റ്റിക് സെക്ഷൻ എന്ന് പറയുന്നത് ആ സെക്ഷനിൽ ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്ത് പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്തായിരിക്കും ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, കോമ്പാക്ട് സെക്ഷനെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക് ഹിഞ്ച് ഫോം ചെയ്യാനുള്ള സഫിഷ്യൻറ്റ് റൊട്ടേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് പ്ലാസ്റ്റിക് മൊമെൻ്റ് എങ്കിലും അറ്റൈൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അതെല്ലാം നമ്മൾ പഠിച്ചതാണ്. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന സെക്ഷൻ ഇറ്റ് ഷുഡ് ബി ഈദർ പ്ലാസ്റ്റിക് ഓർ കോമ്പാക്ട് സെക്ഷൻ. ഓക്കെ, പ്ലാസ്റ്റിക്കോ കോമ്പാക്റ്റോ ആയിരിക്കും. ഇത് രണ്ടിലും പെട്ട ഏതെങ്കിലും ഒരു സെക്ഷൻ ആണോ എന്ന് നമ്മൾ വെരിഫൈ കൂടെ ചെയ്യണം. അപ്പോൾ ഈ ഡിസൈനിൽ വരുന്ന മറ്റൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി മസ്റ്റ് വെരിഫൈ ഇഫ് ഇറ്റ് ഈസ് എ പ്ലാസ്റ്റിക് സെക്ഷൻ ഓർ എ കോമ്പാക്ട് സെക്ഷൻ. സ്യൂട്ടബിളി അങ്ങനെ ഒരു ചെക്കും കൂടെ ചെയ്യണം. ഈ പ്ലാസ്റ്റിക്കും കോമ്പാക്റ്റും അല്ലാത്ത ഒരു സെക്ഷനാണ് എങ്കിൽ ഏർലി ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ മെറ്റീരിയലിൻ്റെ സ്ട്രെങ്തിനെ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടില്ല. ഓക്കെ, ലോക്കൽ ബക്ലിംഗ് സംഭവിച്ചതുകൊണ്ട് ഏർലി ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു അസംഷൻ, അനദർ ഇമ്പോർട്ടൻറ്റ് അസംഷൻ വി കൺസിഡർ ഇൻ ദിസ് ഡിസൈൻ അസംഷൻ ഈസ് ദാറ്റ്, നമ്മൾ അത് ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ദ ഐ സെക്ഷൻ, ദ ഐ ബീം ഈസ് സപ്പോർട്ടഡ് ലാറ്ററലി കണ്ടിന്യൂസ് ആയി അതിനെ ലാറ്ററലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഐ സെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഐ സെക്ഷനാണെന്ന് വയ്ക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ ഇതിനെ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരു വ്യൂ ആണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഐ ബീം അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഫ്ലാഞ്ച് എലമെൻറ്റ്സ് എന്ന് പറയുന്ന അൺസ്റ്റിഫൻഡ് എലമെൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ദീസ് ആർ അൺസ്റ്റിഫൻഡ് എലമെൻറ്റ്സ്, ഫ്ലാഞ്ച് എലമെൻറ്റ്സ്. ഓക്കെ, ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ബീം ഈ ഫ്ലാഞ്ച് എലമെൻറ്റ്സ് അൺസ്റ്റിഫൻഡ് ആണ്. അപ്പോൾ അൺസ്റ്റിഫൻഡ് എലമെൻ്റ് ആയതുകൊണ്ട് ഇതിൽ ലോക്കൽ ബക്ലിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലോക്കൽ ബക്ലിംഗ് ഏത് ഫ്ലാഞ്ചിലാണ്? ഇൻ ദ കംപ്രഷൻ ഫ്ലാഞ്ചിൽ ലോക്കൽ ബക്ലിംഗ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ഐ ബീം. ഓക്കെ,
കംപ്രഷൻ ഫ്ലാഞ്ചിൽ. അപ്പോൾ ലോക്കൽ ബക്ലിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ സ്ട്രെങ്തിനെ പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യില്ല, അതിന് മുമ്പ് തന്നെ ഫെയിലിയർ സംഭവിച്ചു പോകും. ഓക്കെ, സോ വി മസ്റ്റ് പ്രിവെൻറ്റ് ലോക്കൽ ബക്ലിംഗ് ഇൻ ദ കംപ്രഷൻ ഫ്ലാഞ്ച് മസ്റ്റ് ബി പ്രിവെൻറ്റഡ് ടു ബി പ്രിവെൻറ്റഡ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? ഈ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലോക്കൽ ബക്ലിംഗ് സംഭവിക്കുമ്പോൾ എന്തായിരിക്കാം ഈ മെറ്റീരിയലിൽ, ഈ ഐ സെക്ഷനിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ലോക്കൽ ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ അൺസ്റ്റിഫൻഡ് എലമെൻറ്റ്, ആ ചെറിയ പ്ലേറ്റ് എലമെൻറ്റിനെ അതിൻ്റെ B/T റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, വളരെ ഹൈ ആണെങ്കിൽ അതിൻ്റെ ക്രിട്ടിക്കൽ ബക്ലിംഗ് സ്ട്രെസ് വളരെ കുറവാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, അതിൻ്റെ B/T റേഷ്യോ ഒരുപാട് കൂടുതൽ എന്ന് വെച്ചാൽ അതിൻ്റെ വിഡ്ത്ത് അതിൻ്റെ തിക്നെസ്സിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ അവിടെ ലോക്കൽ ബക്ലിംഗ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. സോ വി മസ്റ്റ് ഹാവ് എ ചെക്ക് ഓൺ ദ B/T റേഷ്യോ ഓഫ് ദിസ് പ്ലേറ്റ് എലമെൻറ്റ്. ഇത് മാത്രമല്ല, വെബിൻ്റെയും എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഓൾറെഡി ചെക്ക് ചെയ്ത് അത് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ എന്നുള്ളൊരു ഒരു കണ്ടീഷൻ നമ്മൾ ഈ ഡിസൈൻ പ്രൊസീജിയറിനിടയിൽ തന്നെ അത് ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ ലോക്കൽ ബക്ലിംഗ് കംപ്രഷൻ ഫ്ലാഞ്ചിൽ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഉണ്ടാകുന്നത് ഈതർ ലോക്കലി ഈ കംപ്രഷൻ ഫ്ലാഞ്ചിൽ ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ എന്താ അതിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് സംഭവിക്കാനോ സാധ്യതയുണ്ട്. ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഇരിക്കുന്ന ഐ ബീമിന് എന്ത് സംഭവിക്കും? ആ ഐ ബീമിൻ്റെ കംപ്രഷൻ ഫ്ലാഞ്ചിൽ ലോക്കൽ ബക്ലിംഗ് സംഭവിക്കാം. അപ്പോൾ ലോക്കൽ ബക്ലിംഗ് സംഭവിക്കുമ്പോൾ ഉള്ള ഒരു പ്രൊഫൈൽ ഞാൻ വരച്ച് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, സോ ലോക്കൽ ബക്ലിംഗ് സംഭവിക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എന്തായിരിക്കും സംഭവിച്ചതെന്ന്. ഓക്കെ, സോ ഈ ബീമിനെ രണ്ട് എൻഡ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ഇവിടെയും രണ്ട് എൻഡ്സിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് വാട്ട് ഹാപ്പൻഡ് ഹിയർ? നമ്മളിവിടെ ഈ പറയുന്ന ബീമിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്തു, എക്സ്റ്റേണൽ ലോഡ്സ് അപ്ലൈ ചെയ്തു. എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്തപ്പോൾ ഈ ബീമിൻ്റെ പ്രൊഫൈൽ തന്നെ അങ്ങ് മാറിപ്പോയി. എങ്ങനെ മാറി? ഇറ്റ് ഹാസ് ട്വിസ്റ്റഡ് ഇൻ ഇറ്റ്സ് ക്രോസ് സെക്ഷൻ ഒരു ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ടോർഷൻ സംഭവിച്ചു. ടോർഷൻ സംഭവിക്കുക മാത്രമാണോ ചെയ്തത്? അല്ല, ഈ ബീമിന് ലാറ്ററൽ ഡിഫ്ലക്ഷനും സംഭവിച്ചു. ലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് വേസ് ഇതിനൊരു ട്വിസ്റ്റിംഗ് സംഭവിച്ചു. ഓക്കെ, സൈഡ് വേസ് ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ബെൻഡിങ് സംഭവിക്കുകയായിരുന്നു. ഓക്കെ, സൈഡ് വേസ്, അതിനാണ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലാറ്ററൽ ടോർഷൻ ബക്ലിംഗ് is a potential mode of failure which can happen in I-beams which are laterally unrestrained. എന്ന് പറഞ്ഞാൽ ഈ I-beamനെ നമ്മൾ ലാറ്ററലി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഡ്യൂ ടു ലോക്കൽ ബക്ലിംഗ് ഇൻ ദ കംപ്രഷൻ ഫ്ലാഞ്ച് ദർ ഈസ് എ ചാൻസ് ദാറ്റ് ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് ക്യാൻ ടേക്ക് പ്ലേസ്. ഇതുപോലെ സൈഡ് വേസ് ആയിട്ടുള്ള ഡിഫ്ലക്ഷനും ക്രോസ് സെക്ഷണൽ ട്വിസ്റ്റിങ്ങും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലാറ്ററൽ ഡിഫ്ലക്ഷനും ക്രോസ് സെക്ഷൻ ട്വിസ്റ്റിംഗ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് എന്നുള്ള ഒരു മോഡ് ഓഫ് ഫെയിലിയറിനെ കുറിച്ച് പഠിച്ചത്. ഈ ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് ഏതൊരു ഐ ബീമിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ മോഡ് ഓഫ് ഫെയിലിയറാണ്. ബിക്കോസ് വി നോ ദാറ്റ് ദ കംപ്രഷൻ ഫ്ലാഞ്ച് ഹാസ് മോർ ചാൻസ് ടു അണ്ടർഗോ ലോക്കൽ ബക്ലിംഗ്. നേരത്തെ ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് മോർ ലൈക്ലി ഇറ്റ് ഈസ് ആൻ അൺസ്റ്റിഫൻഡ് മെമ്പർ. ഓക്കെ, ഇതൊരു ഔട്ട്സ്റ്റാൻഡിങ് എലമെൻ്റാണ്, ഇതൊരു അൺസ്റ്റിഫൻഡ് എലമെൻ്റാണ്. അതുകൊണ്ട് ഇതിൽ ലോക്കൽ ബക്ലിംഗ് കാരണം ഇതുപോലുള്ള ഒരു ഫെയിലിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ദിസ് ഈസ് അൺഡിസൈറബിൾ. ഇത് സംഭവിക്കാൻ നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ലാറ്ററൽ ടോർഷണൽ ബക്ലിംഗ് സംഭവിക്കാതിരിക്കാൻ വി മസ്റ്റ് ഡു വാട്ട് ഈസ് നോൺ as lateral supporting.
supporting, lateral supporting or lateral restraining or lateral restraint എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലാറ്ററൽ റെസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സൈഡ് വേസ് ട്വിസ്റ്റ് ചെയ്യാൻ, ഇതുപോലെ സൈഡ് വേസ് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള അനുമതി നമ്മൾ നൽകില്ല. നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ലാറ്ററലി അതിനെ സപ്പോർട്ട് ചെയ്ത് വെച്ച് ഒരു കാരണവശാലും അതിനെ സൈഡ് വേസ് ഡിഫ്ലക്ഷൻ അനുവദിക്കാതിരിക്കും. അങ്ങനെ സൈഡ് വേസ് ഡിഫ്ലക്ഷൻ അനുവദിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ട്വിസ്റ്റിംഗ്, ക്രോസ് സെക്ഷനിൽ ട്വിസ്റ്റിംഗ് സംഭവിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും. സോ വി ഡു സംതിങ് to support this beam sideways laterally, that is known as lateral supporting or lateral restraint. അങ്ങനെയുള്ള beams, those beams which are laterally supported or laterally restrained എന്ന് പറയുന്നത് എവിടെ റെസ്ട്രെയിൻ ചെയ്യുന്നതാണ്? we restrain the compression flange of that beam. So those beams in which the compression flange is laterally supported. ലാറ്ററലി നമ്മളിതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഇതുപോലെ ലാറ്ററലി എന്തെങ്കിലും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് രണ്ട് സൈഡിൽ നിന്ന് നമ്മളിതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, വി സപ്പോർട്ട് ഇറ്റ്സ് ലാറ്ററലി. എങ്ങനെ സപ്പോർട്ട് ചെയ്യും? ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ദ ബീം. സോ ഇറ്റ് ഈസ് ലാറ്ററലി സപ്പോർട്ടഡ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത്. ത്രൂ ഔട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എന്ന് പറഞ്ഞിട്ടും നമ്മൾ ചില ഡെഫിനിഷൻസിൽ കാണാറുണ്ട്. ത്രൂ ഔട്ട് ദ എൻറ്റയർ ലെങ്ത് ഓഫ് ബീം. Such beams are called laterally supported beams. Laterally supported beams. Okay. ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ്. ഇങ്ങനെ വിളിക്കുന്ന ബീമുകളെയാണ്, ഇങ്ങനെ കാണുന്ന ബീംസിനെ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ് എന്ന് പറയുന്നു. ഈ ലാറ്ററലി സപ്പോർട്ടഡ് ബീമുകളുടെ ഡിസൈൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, സോ IS കോഡൽ പ്രൊവിഷൻസ് ഉപയോഗിച്ച് നമ്മൾ ഈ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസിനെ എങ്ങനെ ഡിസൈൻ ചെയ്യും എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ലാറ്ററലി സപ്പോർട്ടഡ് ബീംസിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സ്റ്റീൽ സ്ട്രക്ചറുണ്ട്. ആ സ്റ്റീൽ സ്ട്രക്ചറിലെ ഫ്ലോർ ഗേർഡേഴ്സാണ് ഈ പറയുന്ന ഐ ബീംസ് എന്ന് വയ്ക്കുക. ഐ ബീംസ് ഫങ്ഷൻ ആസ് ദ ഫ്ലോർ ഗേർഡേഴ്സ് ഇൻ സച്ച് സ്ട്രക്ചേഴ്സ്. ഓക്കെ, നമ്മളിങ്ങനെ സീരീസ് ഓഫ് ബീംസ് നമ്മൾ ആ സ്ട്രക്ചറിൽ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് എന്ത് സംഭവിക്കും? നമ്മൾ ഇതിൻ്റെ പുറത്ത് ഒരു ഫ്ലോർ ഡെക്കിംഗ് ആവശ്യമുണ്ട്, എങ്കിലേ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വി നീഡ് എ ഫ്ലോർ ഡെക്കിംഗ്. ഈ ഫ്ലോർ ഡെക്കിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായി ഈ ഫ്ലോർ ഡെക്കുകളെ നമ്മൾ വി കണക്ട് ഇറ്റ് വിത്ത് ദ കംപ്രഷൻ ഫ്ലാഞ്ച് ഓഫ് ദിസ് ബീം. ഓക്കെ, ഇതിനെ കംപ്രഷൻ ഫ്ലാഞ്ചുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. യൂസിങ് ബോൾട്ടഡ് കണക്ഷൻസ് ഓർ റിവറ്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യും. ഇങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്ന കംപ്രഷൻ ഫ്ലാഞ്ചുകൾ ലാറ്ററലി റെസ്ട്രെയിൻഡ് ആണ്. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കണ്ടിന്യൂസ്ലി നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ഈ ബോൾട്ടഡ് കണക്ഷൻസ് എൻറ്റയർ ലെങ്ത് ഓഫ് ബീമിലും പ്രൊവൈഡ് ചെയ്യും. സോ ഇൻ സച്ച് കേസസ് ദീസ് ബീംസ് വിൽ ഫങ്ഷൻ ആസ് ലാറ്ററലി സപ്പോർട്ടഡ് ബീംസ്. അങ്ങനെ ഈ ലാറ്ററലി സപ്പോർട്ട് ചെയ്യപ്പെടാൻ പറ്റുന്ന ബീമുകളെല്ലാം നമ്മൾ ലാറ്ററലി സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെയുള്ള ബീമുകളെ നമ്മൾ അതനുസരിച്ചുള്ള ഡിസൈൻ ചെയ്യുകയും ചെയ്താൽ മതി. ഓക്കെ, ഇൻ അതർ കേസസ് ഇങ്ങനെ ഫ്ലോർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ we have to consider those beams as laterally unsupported beams, and it has a different set of procedures for design as per Indian standards. അതിന് വേറെ ഡിസൈൻ പ്രൊസീജിയേഴ്സാണ്, അതിനെപ്പറ്റി നമ്മളിപ്പോൾ ബോദർ ചെയ്യേണ്ട. ഓക്കെ, ഇനി നമ്മുടെ ഡിസൈൻ ആവശ്യമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ബീമിൻ്റെ ഡിഫ്ലക്ഷൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. നമുക്ക് സാധാരണയായി ഡിസൈനിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീംസാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീംസിന് വരാൻ സാധ്യതയുള്ള ഡിഫ്ലക്ഷൻസ്, അത് മാക്സിമം ഡിഫ്ലക്ഷൻ നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരാൻ സാധ്യതയുള്ള ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് സാധാരണഗതിയിൽ UDL ആണ് നമ്മൾ ഈ പറയുന്ന
സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്നതെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ W kN/m എന്നുള്ള ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ഈ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ വരുന്നതെങ്കിൽ അതിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മിഡ് സ്പാനിൽ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. മാക്സിമം ഡിഫ്ലക്ഷൻ വിൽ ഓക്കർ അറ്റ് മിഡ് സ്പാൻ. ആ ഡിഫ്ലക്ഷൻ എത്രയാണ്? ഇറ്റ് ഈസ് 5WL⁴ by 384 EI. 5WL⁴ divided by 384 EI. അതിനകത്ത് W എന്ന് പറയുന്നത് ഈ അപ്ലൈഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, L എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ദിസ് ബീം, E എന്ന് പറയുന്നത് നമുക്കറിയാം യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ആൻഡ് I ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഡിഫ്ലക്ഷൻ കിട്ടും. ഈ മാക്സിമം ഡിഫ്ലക്ഷൻ ഇറ്റ് ഷുഡ് ബി വെൽ വിതിൻ ദി പെർമിസിബിൾ ലിമിറ്റ്സ്. സിമിലർലി നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ നമുക്ക് ഇത് സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡ് ക്യാപിറ്റൽ W ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അറ്റ് മിഡ് സ്പാൻ. ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് മിഡ് സ്പാൻ L/2. ഇവിടെയും ഇതുപോലെ ഡിഫ്ലക്ഷൻ സംഭവിക്കും. ഡിഫ്ലക്ഷൻ വിൽ ബി മാക്സിമം അഗെയിൻ അറ്റ് ദിസ് മിഡ് സ്പാൻ ഓൺലി. ആ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ ആണ് WL³ / 48 EI. WL³ divided by 48 EI. ഈ W എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈഡ് കോൺസെൻട്രേറ്റഡ് ലോഡാണ്. L എന്ന് പറയുന്നത് സ്പാൻ, E ഈസ് യങ്സ് മോഡുലസ്, ആൻഡ് I ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, സോ അതാണ് നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്ന ഡിഫ്ലക്ഷൻ വാല്യൂസ്. ഇനി ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം. കാരണം ഓരോ ബീംസും അതിൽ അപ്ലൈ ചെയ്യുന്ന ലോഡിനനുസൃതമായി അതിന് ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എത്ര, ബെൻഡിങ് മൊമെൻറ്റ് എത്രയെന്നൊക്കെ ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യമായിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ UDL W kN/m. ഓക്കെ, അപ്ലൈഡ് ഓവർ എ സ്പാൻ ഓഫ് L ലെങ്ത്. ഇനി ഇതിൽ വരാൻ സാധ്യതയുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമുക്കറിയാം. ഇതിലെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതൊരു പാരബോളിക് ഷേപ്പ് ആയിരിക്കും. ഇത് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം BMD. ഇതിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാനിൽ തന്നെ ആയിരിക്കും. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് വിൽ ബി അറ്റ് ദ മിഡ് സ്പാൻ. ഓക്കെ, മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാനിലായതുകൊണ്ട് ഇതിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8. WL²/8 മനസ്സിലായല്ലോ. ഇതാണ് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റിന് വേണ്ടി വേണം ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, സോ ഇൻറ്റേർണൽ സ്ട്രെസ് എന്ന് പറഞ്ഞ് നമ്മളെടുക്കുന്ന മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എന്ന് പറയുന്നത് WL²/8 ഫോർ സിംപ്ലി സപ്പോർട്ടഡ് ബീംസ് വിത്ത് UDL. നേരെ മറിച്ച് ഇതൊരു പോയിൻ്റ് ലോഡാണെന്ന് വയ്ക്കുക, ക്യാപിറ്റൽ W. ഓക്കെ, പോയിൻ്റ് ലോഡ് ആണെങ്കിൽ നമുക്ക് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് എ BMD. ഓക്കെ, BMD കാരണം ലീനിയർ ഡിസ്ട്രിബ്യൂഷനാണ്. നൗ വാട്ട് ഈസ് ദ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്? ഇറ്റ് അഗെയിൻ ഒക്കേഴ്സ് ബിനീത്ത് ദിസ് ലോഡ്. മിഡ് സ്പാനിൽ അപ്ലൈ ചെയ്യുന്ന ലോഡായതുകൊണ്ട് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് മിഡ് സ്പാനിൽ തന്നെ ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ദിസ് BMD എന്ന് പറയുന്നത് WL/4. ഓക്കെ, WL/4 is the maximum bending moment for a point load at mid span. ഓക്കെ, സോ BMD ഒന്ന് വരയ്ക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നമ്മൾ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നൗ കമ്മിങ് ടു ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്കറിയാം. നമുക്ക് ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് W ആണ്. W ഓവർ ലെങ്ത് L ആണ് ഈ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ WL ആണ് ടോട്ടൽ ലോഡ്. സോ സപ്പോർട്ട് റിയാക്ഷൻസ് എന്ന് പറയുന്നത് WL/2. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഷിയർ ഫോഴ്സ്
ദോസ് ആർ ദ സപ്പോർട്ട് റിയാക്ഷൻസ്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും ഷിയർ ഫോഴ്സ് മാക്സിമം വിൽ ബി അറ്റ് ദ സപ്പോർട്ട്സ് ഫോർ സിംപ്ലി സപ്പോർട്ട് ബീംസ്. സാധാരണഗതിയിൽ സപ്പോർട്ട്സിലായിരിക്കും ഷിയർ ഫോഴ്സ് മാക്സിമം. അപ്പോൾ ഇവിടെ ഷിയർ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കില്ല ഇവിടെയുള്ള ഷിയർ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമ്മൾ വരയ്ക്കുമ്പോൾ വി വിൽ ഗെറ്റ് എ സ്ട്രൈറ്റ് ലൈൻ ലീനിയർ ലൈക്ക് ദിസ്. ഇവിടെയുള്ള ഷിയർ ഫോഴ്സ് എന്നാണ് WL/2 ആൻഡ് ദിസ് ഇസ് WL/2. ഓക്കെ, ദിസ് ഇസ് ദി SFD ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് പഠിച്ചത്. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് പോയിൻ്റ് ലോഡിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ദിസ് ഇസ് W, അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻ W/2. ഓക്കെ, ഇനി ഇതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. നമുക്കറിയാം ഈ സൈഡിലെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സപ്പോർട്ട് റിയാക്ഷൻ തന്നെയാണ്, ദാറ്റ് ഈസ് W/2. ഓക്കെ, ആൻഡ് ഹൗ അബൌട്ട് ദിസ്? ഇവിടെ എന്താണ്? ഇവിടെ ഉള്ളത് W/2 തന്നെയാണ്. ഓക്കെ, നൗ ഇൻ കേസ് ഓഫ് പോയിൻ്റ് ലോഡ്സ്, ബിറ്റ്വീൻ പോയിൻ്റ് ലോഡ്സ് ഷിയർ ഫോഴ്സിന് വ്യത്യാസമൊന്നുമില്ല. ഒരു പോയിൻ്റ് ലോഡ് വരുന്ന സമയത്ത് മാത്രമേ ഷിയർ ഫോഴ്സ് ചേഞ്ച് ഉണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് ദ SFD. സോ ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഷിയർ ഫോഴ്സ് വാല്യൂസ് ഫോർ UDL WL/2 ആൻഡ് ഫോർ പോയിൻ്റ് ലോഡ് ഇറ്റ് ഈസ് W/2. ഓക്കെ, സോ ദീസ് വാല്യൂസ് യു മസ്റ്റ് ബി തറോ വിത്ത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ വാല്യൂസിന് വേണ്ടി വേണം ഷിയർ ഫോഴ്സ് ഡിസൈൻ ചെയ്യാൻ, ഈ വാല്യൂസിന് വേണ്ടി വേണം ബെൻഡിങ് മൊമെൻറ്റും ഡിസൈൻ ചെയ്യാൻ. ഓക്കെ, so we will move on to a numerical problem.